കായംകുളത്തെ CPM-ൽ വിഭാഗീയതയില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയത്. ഏരിയ സമ്മേളനത്തിൽ വിഭാഗീയത ഉണ്ടെന്ന തരത്തിൽ വരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ്. പാർട്ടി മാനദണ്ഡം അനുസരിച്ച് 3 തവണ ഏരിയ സെക്രട്ടറി ആയതിനാലാണ് പി അരവിന്ദാക്ഷനെ വീണ്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നത്. ഐക്യകണ്ഠേനയാണ് ഏരിയ സെക്രട്ടറിയായ ബി അബിൻഷായെയും 21 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തതെന്നും നേതാക്കൾ പറഞ്ഞു. കായംകുളത്തെ CPM-ൽ വിഭാഗീയതയില്ല എന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ, ഏരിയ സെക്രട്ടറി ബി അബിൻഷാ, മുൻ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ എന്നിവരാണ് ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തി പാർട്ടിയുടെ നിലപാടുകൾ വ്യക്തമാക്കിയത്. വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് പി അരവിന്ദാക്ഷനെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറ്റിയത് എന്നുവരെ എഴുതുകയാണ്. എന്നുവെച്ചാൽ ഒരു ശകലം പോലും വസ്തുതയില്ലാത്ത കാര്യം. കാരണം CPM-ൻ്റെ നിലവിൽ ഞങ്ങളുടെ പാർട്ടി അംഗീകരിച്ചിട്ടുള്ള സംഘടനാ രീതി അനുസരിച്ച് 3 ടേം പൂർത്തിയാകുന്ന എല്ലാവരും മാറണം. ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഞങ്ങളുടെ ഒരു ഉൾപാർട്ടി നടപടിക്രമത്തിൻ്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. 75 വയസ്സ് കഴിഞ്ഞവർ എല്ലാം സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയുക. അത് പാർട്ടിക്ക് ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ ഒരു പുതുമയ്ക്കും പാർട്ടി പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനുമുള്ള ഏറ്റവും ശരിയായ തീരുമാനമാണ്. അത് സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ നടപ്പിലാക്കി വരികയാണ്. ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇത്തവണ നിരവധി ഏരിയ സെക്രട്ടറിമാരാണ് അരൂർ മുതൽ കായംകുളം വരെ എടുത്താൽ, ചാരുമൂട്, മാവേലിക്കര, മാണാർ വരെ എടുത്താൽ ഒരു 6-7 ഏരിയ സെക്രട്ടറിമാരാണ് 3 ടേം പൂർത്തീകരിച്ചത്. അപ്പോൾ അതാണ് വസ്തുത. അല്ലാതെ ഒരു വിഭാഗീയതയുടെയും ഭാഗമായിട്ടല്ല പി അരവിന്ദാക്ഷൻ സെക്രട്ടറിയായ. ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഒന്നിച്ചു തന്നെയാണ് ഈ കാര്യങ്ങളിലെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏറ്റവും ശരിയായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് അങ്ങനെ ബി അബിൻഷാ കായംകുളം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി ചുമതലയെടുത്ത് പാർട്ടിക്ക് കൂടുതൽ ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിന് ഒരു പുതിയ തലമുറയിലേക്ക് ഏകകണ്ഠമായ തീരുമാനത്തിന്റെ ഭാഗമായി ചുമതല ഏൽപ്പിച്ചിരിക്കുക. കായംകുളത്ത് CPM ഒറ്റക്കെട്ടാണ്. ഏരിയ സമ്മേളനത്തിൽ വിഭാഗീയത ഉണ്ടെന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് വസ്തുതാവിരുദ്ധമാണ്. പാർട്ടി മാനദണ്ഡം അനുസരിച്ച് 3 തവണ ഏരിയ സെക്രട്ടറി ആയതിനാലാണ് പി അരവിന്ദാക്ഷനെ വീണ്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നത്. ഐക്യകണ്ഠേനയാണ് ഏരിയ സെക്രട്ടറിയായി ബി അബിൻഷായെയും 21 അംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ CPM നേതാക്കന്മാരെയും പാർട്ടിയെയും സോഷ്യൽ മീഡിയ വഴി അവഹേളിക്കുന്ന പ്രവണതകൾ ചില പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇത്തരക്കാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. 14 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി വന്ന സഖാക്കൾ കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ട് ഏരിയ കമ്മിറ്റി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിച്ചു. വിമർശനപരമായിട്ടുള്ളതും സ്വയം വിമർശനപരമായിട്ടുള്ളതും ആയിട്ടുള്ള ചർച്ച. അതാണ് ഞങ്ങൾ പാർട്ടി വിമർശിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വിമർശനപരമായി ചൂണ്ടിക്കാണിച്ച് എല്ലാം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വിമർശനപരമായിട്ടും സ്വയം വിമർശനപരമായിട്ടും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നേട്ടകോട്ടങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഭാവി പ്രവർത്തനം പ്ലാൻ ചെയ്തുകൊണ്ട് ആണ് സമ്മേളനം പൂർത്തീകരിച്ചത്. എല്ലാം ഏകകണ്ഠമായിട്ടാണ്. ഏരിയ സെക്രട്ടറിയെ സംബന്ധിച്ച് ഒരു പത്രത്തിൽ വന്ന ചില പത്രത്തിൽ വന്ന വാർത്ത എത്ര മോശമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ല, ഞാൻ 3 വർഷം 3 ടേം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഞങ്ങളുടെ പാർട്ടി തീരുമാനം അനുസരിച്ച് 3 ടേമായി കഴിഞ്ഞാൽ 2 ടേമും ഒരു മാസം കൂടി ഇരുന്നാൽ പോലും മാറണം. ബാബുജാൻ സാർ സെക്രട്ടറി ആയി നിൽക്കുമ്പോഴാണ് അദ്ദേഹം സിൻഡിക്കേറ്റിലേക്ക് പോകുകയും ഞാൻ സെക്രട്ടറി ആകുകയും ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിയുടെ തീരുമാനമാണ് അത്. അരവിന്ദാക്ഷനോ മറ്റൊരോ ആളല്ല. 3 വർഷം പൂർത്തീകരിച്ച ബാബുജാൻ സാർ പറഞ്ഞാൽ എത്ര സെക്രട്ടറിമാരാണ് മാറിയേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഏരിയ സെക്രട്ടറി മാറേണ്ടി വരുന്നു. എല്ലാ രൂപത്തിലുള്ള സഖാക്കളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും കൃത്യമായി എല്ലാം പരിശോധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 21 അംഗ ഏരിയ കമ്മിറ്റി തിരഞ്ഞെടുത്തത്. ആ 21 അംഗ ഏരിയ കമ്മിറ്റിയും 14 ലോക്കൽ കമ്മിറ്റികളും അതോടൊപ്പം തന്നെ പാർട്ടിയെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ KH ബാബുജാൻ, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം പി അരവിന്ദാക്ഷൻ, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയ CITU സെക്രട്ടറി ഗാനകുമാർ, N ശിവദാസൻ, ഷെയ്ഖ് പി ഹാരിസ് അടങ്ങുന്ന ജില്ലാ കമ്മിറ്റി മെമ്പർമാരും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും അടങ്ങുന്നതാണ് കായംകുളത്തെ പാർട്ടിയുടെ നേതൃത്വം. ആ നേതൃത്വം ഏറ്റവും ശരിയായ രൂപത്തിൽ തന്നെ ഈ എല്ലാ പാർട്ടി മൂല്യങ്ങളും ആ മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട്
എല്ലാ ധാർമ്മികതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാർട്ടിയെ എതിർക്കുന്ന, പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നതിനെ ശക്തമായി നേരിട്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കായംകുളത്തെ പാർട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെ തുടർന്നും ഈ പാർട്ടി പോകും. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി നേതൃത്വം എങ്ങനെയാണ് എന്ന് പറഞ്ഞത്, ഈ ജില്ലയിലെ ഏറ്റവും ഒന്നാമത്തെ പാർട്ടി കായംകുളത്തെ പാർട്ടിയാണ് എന്ന അഭിമാനമാണ് ഞങ്ങൾ. ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച GDM ഗ്രൗണ്ടിൽ നിന്ന് ബഹുജന റാലിയും റെഡ് വോളണ്ടിയർ മാർച്ചും ആരംഭിക്കും. എൽമെക്സ് ഗ്രൗണ്ടിലെ MR രാജശേഖരൻ നഗറിൽ മാർച്ച് സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുൻ മന്ത്രിയും CPM നേതാവുമായ EMM മണി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി സജി ചെറിയാൻ, നേതാക്കളായ CS സുജാത, R നാസർ, അഡ്വക്കേറ്റ് KH ബാബുജാൻ, A മഹേന്ദ്രൻ, അഡ്വക്കേറ്റ് U പ്രതിഭ MLA എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ A മഹേന്ദ്രൻ, N ശിവദാസൻ, P ശശികല, G ശ്രീനിവാസൻ, S നസീം എന്നിവരും പങ്കെടുത്തു. CD ന്യൂസ്